ഹായ്. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് ഓൺലൈനായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലാനുകൾ ഉപയോഗിച്ച് വീട് നിർമ്മിക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാൻ ഹനീദ് അനുരാജിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തൃശ്ശൂർ എറണാകുളം ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. കൂടുതൽ അറിയാനായി താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇന്റർനെറ്റിലായാലും ഫേസ്ബുക്ക്, യൂട്യൂബ്, സോഷ്യൽ മീഡിയകളിലൊക്കെ ആയാലും നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് വീടുകളുടെ പ്ലാനുകളും ഡിസൈനുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിലും ഒരുപാട് പ്ലാനുകളും അതിന്റെ എലിവേഷൻ ഡിസൈനുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീഡിയോസിലും ഓഫീസിലെ നമ്പർ കൊടുത്തുകൊണ്ട് തന്നെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ അവർ ഈ വീഡിയോയുടെ ലിങ്ക് അയച്ചു തന്നിട്ട് ആ പ്ലാൻ അയച്ചു തരുമോ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അയച്ചു തരുമോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ അത് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊരു പ്ലാൻ ആയാലും അത് ആ വീട് നിർമ്മിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ, അവരുടെ പ്ലോട്ട് ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ പ്ലാനുകളും തയ്യാറാക്കുന്നത്. അത് തന്നെ വേറൊരു സ്ഥലത്ത് കൊണ്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാൻ അത് ചെറിയൊരു പ്ലോട്ടിന് വേണ്ടി തയ്യാറാക്കിയതായിരിക്കും. അതിന്റെ ചിലപ്പോൾ ഒരു ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പുള്ള പ്ലോട്ട് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഈ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ പ്ലാൻ നിങ്ങളുടെ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്നുണ്ടാവും. 2 ബെഡ്റൂം, കിച്ചൺ, സിറ്റ് ഔട്ട്, ലിവിങ്, വർക്ക് ഏരിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക, ആ ഒരു അതേ പ്ലാൻ എടുത്തിട്ട് നിങ്ങളുടെ ഒരു 10-15 സെന്റുള്ള വലിയ പ്ലോട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നിർമ്മിക്കും. അപ്പോൾ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലാൻ പുതുതായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഇതിനേക്കാൾ എന്താണ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കുറവിന് ചെയ്യാനായിട്ട് പറ്റിയായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സൗകര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ കുറച്ചുകൂടി കംഫർട്ടായിട്ടുള്ള രീതിയിൽ ആ ഒരു പ്ലാൻ തയ്യാറാക്കാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ പലപ്പോഴും ഈ ഒരു പുതിയൊരു പ്ലാൻ വരപ്പിക്കാനുള്ള അതിൻ്റെ ഒരു കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലാനുകൾ അന്വേഷിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇതോടൊപ്പം പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിലേക്ക് വിളിക്കുന്ന ആളുകൾ പ്ലാൻ തയ്യാറാക്കാനായിട്ട് വിളിക്കാറുണ്ട്. അതുപോലെ 3D പെർമിറ്റ്, കൺസ്ട്രക്ഷൻ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ പ്ലാൻ തയ്യാറാക്കാനായിട്ട് ഓരോ ആളുകൾ വിളിക്കും, നമ്മൾ റിക്വയർമെന്റ് ഒക്കെ പറയും. എന്നിട്ട് അതിന്റെ കോസ്റ്റ് അതിപ്പോൾ നമ്മളൊരു പ്ലാൻ വരയ്ക്കാനായിട്ട് ഒരു 1500 രൂപ മുതലാണ് ചാർജ് ചെയ്യുന്നത്. ഏരിയ അനുസരിച്ചാണ് നമ്മൾ വരയ്ക്കുന്ന പ്ലാനിന്റെ ഏരിയ അനുസരിച്ചാണ് അതിന്റെ കോസ്റ്റ് മാറുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മളൊരു റേറ്റ് പറയുമ്പോൾ അവർ പറയും കുറച്ചുകൂടെ കുറയ്ക്കുക, അങ്ങനെ 1000 രൂപയ്ക്ക് ചെയ്തുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇവർ നിർമ്മിക്കാൻ പോകുന്ന വീട് ഒരു 2000 സ്ക്വയർ ഫീറ്റിന്റെ പ്ലാനാണ് ഇവർക്ക് വേണ്ടത്. അപ്പോൾ 2000 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കാന്ന് പറഞ്ഞൊരു 10-35 ലക്ഷം രൂപയിൽ മേലെ ഒരു 40 ലക്ഷം വരെ ഒക്കെ കോസ്റ്റ് വരും ഇന്നത്തെ അവസ്ഥയിൽ. അപ്പോൾ ഈ 40 ലക്ഷത്തിന്റെ വീട് നിർമ്മിക്കുന്ന ആള് പ്ലാൻ, അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് 1000-1500 രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് റേറ്റ് കുറച്ച് ചോദിക്കുന്നുള്ളത് എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇതും കടന്നു പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ചില ആൾക്കാർ ഇതുപോലെ നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഓരോ റിക്വയർമെന്റ് പറയും, ഇന്നതൊക്കെ വേണം, പക്ഷെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണം പ്ലാൻ. അതും ഇതേ കേസ് തന്നെ. അപ്പോൾ നമ്മൾ ഒരു കേരളത്തിൽ ഇപ്പോൾ ഒരു ആവറേജ് വീട് എന്ന് പറയുന്നത് 1000-1500 സ്ക്വയർ ഫീറ്റ് ആണ് ഏരിയ വരുന്ന വീടുകളാണ് കൂടുതലും നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീട് എങ്ങനെ ചെയ്താലും ഒരു 20-25 ലക്ഷം രൂപ കോസ്റ്റ് വരും. അപ്പോൾ ഈ 25 ലക്ഷം രൂപയുടെ ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്ലാൻ വരപ്പിക്കാനായിട്ട് പൈസ, അതായത് 1 രൂപ പോലും ചിലവാക്കാനായിട്ട് മടിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പ്ലാനുകൾ, ഇപ്പം നമ്മുടെ ചാനലിലായാലും എവിടെയായാലും കാണുന്ന പ്ലാനുകൾ അത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ വീട് പണിയാൻ നിൽക്കരുത്. അത് ഓരോ പ്ലാനിനും ഓരോ ആവശ്യങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ ഇതൊക്കെ അനുസരിച്ചിട്ടാണ് ഓരോ പ്ലാനുകളും തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മുടെ ചാനലിൽ വരുന്ന പ്ലാനുകൾ എന്ന് പറയുന്നത് നമുക്ക് വീടുകൾ നിർമ്മിക്കാൻ വരുന്ന സമയത്ത്, കോൺട്രാക്ട് വരുന്ന സമയത്ത് നമ്മൾ പ്ലാനുകൾ അവർക്ക് ഒരു പലതവണ പ്ലാനുകൾ മാറ്റി വരച്ചു കൊടുക്കും. അപ്പോൾ അവർ ക്ലയന്റിന് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് അത്രയും നേരം നമ്മൾ പ്ലാനുകൾ ഇങ്ങനെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുക. അത് അങ്ങനെ നമ്മുടെ സർവീസ് അങ്ങനെയാണ്. പ്ലാനുകൾ എത്ര വേണമെങ്കിലും നമ്മൾ കോൺട്രാക്ട് വരുമ്പോൾ വീട് നിർമ്മിക്കാനായിട്ട് അവർക്ക് പ്ലാനുകളായാലും 3D ഇന്റീരിയർ ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്ന അത്ര നേരം നമ്മളത് മാറ്റി വരച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ക്ലയന്റിന് ഇപ്പോൾ ഒരു 5 പ്ലാനുകൾ വരച്ച് 5ാമത്തെ ആൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബാക്കി 4 പ്ലാനുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഈ ക്ലയന്റിന് ഇഷ്ടപ്പെടുന്ന പ്ലാനുകൾ എടുത്തിട്ട് പിന്നെ അതിൽ വാസ്തു കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വീട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 പ്ലാനുകൾ നമ്മുടെ കയ്യിൽ വെറുതെ ഇരിപ്പുണ്ടാവും. അതുപോലെ തന്നെ ഈ ക്ലയന്റിന് ഓരോ പ്ലാനിനും നമ്മൾ എലിവേഷൻ ഡിസൈൻ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇതിൽ ക്ലയന്റിന് ഇഷ്ടപ്പെട്ട ഏതാണ് എലിവേഷൻ ഡിസൈൻ അപ്പോൾ ഈ ക്ലയന്റിന് ഇഷ്ടപ്പെട്ട പ്ലാനും എലിവേഷൻ ഡിസൈൻ നമ്മൾ അവർ കൊടുക്കും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറില്ല. ചില ക്ലയന്റുകളൊക്കെ പറയും അവർക്ക് നമ്മൾ പ്ലാനും 3D ഒക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുമെന്ന് പറയും. അല്ലാത്ത പ്ലാനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ചാനലിൽ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്തിട്ടുള്ള പ്ലാനുകളായിരിക്കില്ല. അതുപോലെ തന്നെ സ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും നമ്മൾ ആ ഒരു പ്ലോട്ടിന് വേണ്ടിയിട്ട് ആദ്യം ഒരു റഫ് സ്കെച്ച് ഉണ്ടാക്കുന്ന പ്ലാനുകളാണത്.
അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള പ്ലാനുകളായിരിക്കും നമുക്ക് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് വീട് നിർമ്മിക്കാനായിട്ട് നിൽക്കരുത്. അപ്പോൾ ചെറിയൊരു ഇതിപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കാനായിട്ടൊരു സാധാരണഗതിയിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് പ്ലാനൊക്കെ വരുമ്പോൾ ഒരു 2000 രൂപ ആ റേഞ്ച്, 2000, 2500 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് തന്നെ അല്ല, നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലാൻ, അതിപ്പോൾ നിങ്ങൾ പൈസ ഇച്ചിരി കൂടുതൽ മേടിക്കുന്ന ആളായാലും കുഴപ്പമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പ്ലാൻ തയ്യാറാക്കുക. അത് നമ്മളിപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വീട്ടിൽ താമസിച്ച് കഴിഞ്ഞതിന് ശേഷം ഇന്ന കാര്യങ്ങൾ മാറ്റം വരുത്തായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് ചിന്ത വരും. അതുപോലെ തന്നെ ചില ആൾക്കാർ ഇതുപോലെ ഓരോ പ്ലാനുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന, ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന പ്ലാനുകളൊക്കെ എടുത്തിട്ട് വീടുകളിൽ പണിതിട്ട് നമ്മളിങ്ങനെ വിളിച്ച് ചോദിക്കും ഇത് എങ്ങനെയാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുറിച്ചിട്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ഇവർ വീട് പണി തുടങ്ങുന്നതോ അല്ലെങ്കിൽ ഒരു കാര്യവും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പണിത് ഏതൊരു സ്റ്റേജിലെത്തി അവിടെ സ്റ്റക്കായി. കാരണം ഈ ഒരു പ്ലാൻ തയ്യാറാക്കാനുള്ള പൈസ പോലും മുടക്കാത്ത ഒരാൾ സ്വാഭാവികമായിട്ടും ഒരു വീട് പണിയുമ്പോൾ ഒരു കൺസൾട്ടേഷൻ, ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ സൂപ്പർവൈസറോ ഒന്നും വെക്കാനൊന്നും സാധ്യതയില്ല. അവരുടെ ഇഷ്ടത്തിനോട് പണിതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഒരു പ്രശ്നം വരും. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ഓരോരുത്തർ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമ്മൾ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, നിങ്ങളിപ്പോൾ ഒരു വീട് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്ലാൻ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള പ്ലാനുകൾ തയ്യാറാക്കുക. അല്ലാണ്ട് ഓൺലൈനിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നും കിട്ടിയ പ്ലാനുകളൊന്നും കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പ്ലോട്ടിൽ ചെയ്യാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലാണോ?